കടമയുടെ കടമ്പകൾ കടന്നെത്തിയ കലാകാരികൾക്കായി പുതിയൊരു അധ്യായം. അതാണ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വളരെ സുന്ദരിയായി എന്റെ അതിഥി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമുക്കറിയാം, ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രിയാണ് അനുമോൾ. അനുമോൾ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ യാത്ര ചെയ്ത ഇപ്പൊ അനുയാത്രയായിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടാവും. നമ്മൾ പോയ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു രസകരമായ അനുഭവം അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ? കുറേ ഉണ്ട്. ഇപ്പൊ ഞാൻ ഗുവാഹട്ടിയിൽ പോയിട്ട് ഒരു വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. കോങ്തോങ് എന്നാണ് ആ വില്ലേജിന്റെ പേര്. അവിടെ ആളുകൾക്കൊരു വിസ്ലിംഗ് ട്യൂണാണ്, പേരല്ല. ഇപ്പൊ ഒരു അമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളെയും ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ കൂവിയിട്ടാണ് വിളിക്കുന്നത്. ഓ, അല്ലാതെ പേര് വെറുതെ പേര് കുറവാണ് അവിടെ. പേര് എന്തോ ഒരു പേരുണ്ട്, അത് ആർക്കും അറിയില്ല. കുന്നിന്റെ മുകളിലാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെ വിളിക്കുന്നത്. ഈ കൂവുമ്പം എന്തൊക്കെയോ അതിനൊക്കെ എന്തൊക്കെയോ ഒരു കണക്കാണ്. പക്ഷെ നമുക്ക് കേട്ടാൽ 5ഉം ഒരേപോലെയാണ് തോന്നുക. പക്ഷെ അവർക്ക് 5 മക്കൾക്ക്. ഞാനത് അനുയാത്രയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കൈനഗിരി, അവിടെ പോയ സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ റോട്ടിൽ കൂടെ ചെയ്യുന്നത്, അവരതെല്ലാം വെള്ളത്തിലാണ്. പാല് വരുന്നു, പത്രം വരുന്നു, മീൻ വരുന്നു, അതൊക്കെ വെള്ളത്തിൽ കൂടെ വരുന്നു. ഇവരൊക്കെ ജോലിക്ക് ബോട്ടിൽ പോകുന്നു. വൈകുന്നേരം ആകുമ്പോ ചേച്ചിമാര് ചൂണ്ടയൊക്കെ പിടിച്ച് നിന്ന് അങ്ങനെ ചൂടോടെ പിടിച്ച് ഡിന്നറിന് മീൻ. അപ്പം അതെനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാസർഗോഡ് ഞാനൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോയതാണ്, സ്വർഗ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത്. അത് പക്ഷെ എൻഡോസൾഫാനൊക്കെ ബാധിക്കപ്പെട്ട സ്ഥലമാണ്. അത് ഭയങ്കര സങ്കടം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തൊരു മെമ്മറിയാണ്. ശരിക്കും നമ്മൾ നിരങ്ങിയൊക്കെ ജീവിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് ആൾക്കാർ. ലൈറ്റ് കാണാൻ പറ്റാത്തവരുണ്ട്, ഒച്ച കേൾക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പിന്നെ ഈ കുഞ്ഞു വയസ്സ്, 1.5 വയസ്സ് 2 വയസ്സിന്റെ ശരീരവും 15-16 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാവും, വലിയ തല, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ കുറെ ഓരോന്നും മറക്കാൻ പറ്റാണ്ട് അങ്ങനെ മനസ്സിലുണ്ട്. എല്ലാം ഉണ്ട്. ഇനി പോവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളായിട്ട് അങ്ങനെ ചെയ്തിട്ട് കാശി ഞാൻ 3 തവണ പോവാൻ വേണ്ടി ഒരുങ്ങി. 2 തവണ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 2 തവണയും നടന്നിട്ടില്ല. ഒരു പ്രാവശ്യം അമ്മ ഭയങ്കര ബഹളം വെച്ചു, പറ്റില്ല, കാശിക്കൊക്കെ പോവാ, പ്രായമായിട്ടാണ്, അങ്ങനെയാണ് പറയുക. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, എല്ലാരും പോകുന്നുണ്ട്. ഈ കൊറോണ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അനു പോകാൻ പോകുന്ന ഒരു യാത്ര ചിലപ്പോ കാശിയോ ഒറീസയും എനിക്ക് കാണണം ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം. ഒറീസ കാണാൻ ഇഷ്ടം എന്തുകൊണ്ടാണ്? അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ അറിയണം എന്നുണ്ട്. അവിടുത്തെ കുറെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, അവരെ കാണണം എന്നുണ്ട്. കൊണാർക്ക് ടെമ്പിൾ കാണണം എന്നുണ്ട്. അനുവിന്റെ ജീവിതത്തില് അനുവിന് ഭയങ്കരമായിട്ട്, അതായത് എനിക്കൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഈ വ്യക്തി, അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും? ഞാൻ മീറ്റ് ചെയ്യുന്ന പലരും പല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഇൻസ്പയർ ചെയ്യാറുമുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ചില ആളുകളെ കാണുമ്പോൾ പൊട്ട സ്വഭാവം കാണുമ്പോൾ ഈശ്വര, ഈ സ്വഭാവം എനിക്ക് വരില്ലേ അങ്ങനെ വിചാരിക്കും. ചില ആൾക്കാരുടെ ഭയങ്കര നല്ല ക്വാളിറ്റി കണ്ടല്ലോ, ഇത് കൊള്ളാലോ, ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാലോ എന്ന് തോന്നും. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവും ഞാൻ ആളുകളെ വെച്ചിട്ട്. ഇൻസ്പയർഡ് ആയത് എനിക്ക് തോന്നുന്നു, എനിക്ക് എപ്പോഴും അച്ഛനെ പോലെ ആണ് ഞാൻ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അത് ശരി. അതല്ലെങ്കിൽ അച്ഛൻ്റെ അതേ സ്വഭാവം, അച്ഛനെ പോലെ തന്നെയാണ്, അങ്ങനെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് അത് കുറച്ച് അച്ഛന്റെ പേര് മനോഹരൻ. മനോഹരൻ എന്നാണ് എല്ലാരും പറയുക. അപ്പം അതുപോലെ തന്നെയാണ്, അങ്ങനെയാണ് പെരുമാറ്റം, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി അമ്മേനെ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, അവരുടെയൊക്കെ ലൈഫിൽ അവർക്ക് എന്തൊരു ചിട്ട. രാവിലെ 5:30 എണീക്കുന്നു, വിളക്ക് വെക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, വീട് കുളിച്ച് അമ്പലത്തിൽ പോകുന്നു, വീട്ടിലെ പണികൾ ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, പത്രം, എല്ലാത്തിനും അമ്മയ്ക്ക് സമയമുണ്ട്. എനിക്കൊന്നും ഒന്ന് ചെയ്താൽ അടുത്തത് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ വീട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ അടുത്ത പണി ചെയ്യുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നത്? വൈഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ മാനേജ് ചെയ്യാൻ? ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റ് വരുമ്പോഴും ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാന്നല്ലേ? അപ്പം അനിയത്തി ഇതേപോലെ സ്വഭാവമാണോ? അതെയോ? അല്ല, അനിയത്തി കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ മാത്രം എന്തെങ്കിലും ആയിപ്പോയത്, എന്തോ വഴിതെറ്റിപ്പോയതാണ്. എങ്ങനെയോ അനിയത്തി കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. അനിയത്തി കുറച്ചും കൂടെ പോസിറ്റീവ്, കുറച്ചും കൂടെ പ്ലസന്റ് ആണ്, വൈബ്രന്റ് ആണ്. എന്താണ് ഭാവി പരിപാടികൾ? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങണം, അവസാനിപ്പിക്കണം? അവസാനിപ്പിക്കണം എന്ന് വെച്ചാൽ ഈ മടിയൊന്നും അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞില്ല. നമ്മൾ 2030 നമ്മൾ കാണുമ്പോഴും ഈ മടി അവിടെ ഉണ്ടാവും. അത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ
ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. കുറേയൊക്കെ ലൈഫിൻ്റെ ആ ഒരു ഫ്ലോനനുസരിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ്. പ്ലാൻ ചെയ്തിട്ട് നടക്കാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ കരയുന്ന കുട്ടിയാണ് അല്ലേ? ആണ്, ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാണ്. പക്ഷെ കാണുമ്പോൾ തോന്നും ഭയങ്കര ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ തോന്നും. അതെന്താണെന്നറിയോ, അത് നിവർത്തികേട് കൊണ്ട് ആയിപ്പോയതാണ്. അതെന്റെ ഒരു സിറ്റുവേഷൻ ആണ്, സാഹചര്യം കൊണ്ട് അങ്ങനെ ആവുക പറയില്ലേ. അതാണ് എനിക്ക് ആ ഒരു ടാഗ് ലൈൻ കിട്ടിയത്, മാസ്ക്. ആ ഒരു ടാഗ് ലൈൻ അങ്ങനെ വന്നത്. ബേസിക്കലി ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിലും ഒരു ഗെയിം ഇല്ലാതെ അനുമോളെ വിടാനായിട്ട് പറ്റുമോ പ്രേക്ഷകരിങ്ങനെ? കാരണം എന്റെ കാര്യത്തിൽ തീരുമാനമായി, ഞാൻ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകണ്ട. എല്ലാ ഗെയിമിലും ജയിക്കുന്ന ആളാണ്. നമുക്ക് ഈ ഒരു ഗെയിം കൂടി കളിച്ചു നോക്കാം. ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ഫിലിമിന്റെ പോസ്റ്റർ നമ്മൾ കാണിച്ചു തരും, ബാക്കി ട്വിസ്റ്റ് ആണ്. ഓക്കെ, പോസ്റ്റർ കാണാം. ഓക്കെ, മനസ്സിലായോ? പോസ്റ്റർ എല്ലാം ഒന്ന് മനസ്സിൽ ഇരുത്തിയല്ലോ അല്ലേ? ഇതിൽ എന്താ ഒരു മിസ്റ്റേക്ക് തോന്നുന്നത്? ടൈറ്റിൽ മിസ്റ്റേക്ക് ആണ് തോന്നുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അത്? കമലദളം. കമലദളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പടം. അതെ, എനിക്കും അത് തോന്നി കണ്ടപ്പോൾ. ഇത് സിമ്പിൾ ആയിന്ന്. നമുക്ക് അടുത്തത് നോക്കാം. ചിലപ്പോ രാജശില്പി എനിക്ക് ഇഷ്ടമുള്ള പടം. അടുത്തത് നോക്കാം. ഓക്കെ, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണ്? ഹിസൈനസ് അബ്ദുള്ള, മുരളി ശ്രീനിവാസൻ. ഹിസൈനസ് അബ്ദുള്ള? അയ്യോ അല്ല, ഭരതമാണോ സിനിമ? ഒന്നും കൂടെ കാണിക്കോ? സോറി, ഇല്ല, ഒന്നുകൂടെ കാണിക്കില്ല. ഹിസൈനസ് അബ്ദുള്ള തന്നെയാണത്, സിനിമ അത് തന്നെയാണ്. ഹിസൈനസ് അബ്ദുള്ള പോസ്റ്ററാണ് നമ്മൾ കാണിച്ചത്. മുരളിയില്ല, മുരളിയില്ല, ശ്രീനിവാസൻ ഇല്ല. അങ്ങനെ എന്നോട് ചോദിക്കരുത്, എനിക്ക് കൺഫ്യൂഷൻ ആവും. അല്ല, ഞാൻ കേട്ടില്ല, എനിക്ക് ചെവിയിൽ ഒരുപാട് സാധനങ്ങൾ കേൾക്കുന്നില്ല. എന്താണ്? മുരളി സാർ ഇല്ല ആ പടത്തില്. അതോ ശ്രീനിവാസൻ സാർ ആ പടത്തിൽ ഇല്ലാന്ന് തന്നെയാണോ? അതെയോ ശ്രീനിവാസൻ? ആരാ ഇല്ലാത്ത? വേഗം പറയൂ. മുരളി സാർ ഇല്ലാന്നാണ് എന്റെ ഓർമ്മ. ഓർമ്മ ശരിയാണോ? ഓർമ്മ ശരിയാണോ? അല്ലയോ? ഓർമ്മ കിട്ടുന്നില്ല. ശരിയാണ്, റൈറ്റ് ആൻസർ. മുരളി സാർ ആ സിനിമയിലില്ല. നമ്മൾ ജസ്റ്റ് അനുമോളെ ഒന്ന് വഴി തെറ്റിക്കാൻ വേണ്ടിട്ട്. ആക്ടറാണ് കേട്ടോ മുരളി സാറിന്റെ മഞ്ചാടിക്കുരു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് റിലീസ് ആവുന്നത്. അപ്പം ആ മഞ്ചാടിക്കുരു തിയേറ്ററിൽ ഇരുന്നാണ് ഞാൻ കാണുന്നത്. പുള്ളിയുടെ ഇൻട്രോ ഷോട്ട് എന്ന് പറയുന്നത് പുള്ളി ഇങ്ങനെ നടന്നു വരുന്നൊരു ഷോട്ടാണ്. എന്തൊക്കെയോ ആയിച്ച അങ്ങനെ രോമാഞ്ചാവുക, കണ്ണു നിറയുക, അങ്ങനെയൊക്കെ ആവില്ലേ. അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ശരിക്കും സ്ക്രീനിൽ ഒരാളെ കണ്ടിട്ട് ഒരുപാട് ഇമോഷൻസ് വന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്ന പെർഫോമർ ആരാണെന്ന് അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആ യാത്ര, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു യാത്ര നടത്തിയിരുന്നു, അതിന്റെ കുറച്ച് വിഷ്വൽസ് കാണാം. ഓക്കെ. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. നമസ്കാരം, ഞാൻ ലക്ഷ്മി. ഇതാണ് എൻ്റെ ഫാമിലി. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. പിന്നെ എൻ്റെ അമ്മ ചെറുതിലെ എന്നെ ഒത്തിരി പാട്ട് പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ട്. എൻ്റെ ജോലി കിട്ടുന്നവരെ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. മലർകളെ മലർകളെ ഇത് എന്നെ കനവാ, മലകളെ മലകളെ ഇത് എന്നെ നിലവാ, ഉരുകിയതേ. അവളെ കഴിവുകൾ കണ്ടുപിടിച്ചത് അവളുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. 3rd സ്റ്റാൻഡേർഡിൽ വെച്ചാണ് മാഡം അവളുടെ കഴിവ് കണ്ടുപിടിക്കണം. എന്നിട്ട് മാഡം തന്നെയാണ് ആദ്യ ഗുരു. മാഡത്തിൻ്റെ സപ്പോർട്ടാണ് അവൾ ഇത്രയും നന്നായിട്ട് വളർന്നു വന്നത്. എല്ലാത്തിനുപരി എൻ്റെ ഹസ്ബൻഡ് തരുന്ന സപ്പോർട്ട്, അത് കല്യാണത്തിന് ശേഷം ആണ് തിരിച്ചൊരു വരവ്. ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് പിന്നെയും പാടി തുടങ്ങിയത്. അതിനെല്ലാ കടപ്പാടും എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടാണ്. ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടിനോടൊരു ഇഷ്ടം പണ്ട് മുതലേ ഉള്ളൊരാളാണ്. പാട്ട് കൂടാതെ ഡാൻസും കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ച് വയലിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും പാട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നന്നായി പാട്ട് ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ സംഗീതത്തിൽ ഉയർച്ചയിലെത്തണമെന്നാണ് അവളുടെ ഒരു ആഗ്രഹം. അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടും അതുണ്ടാവും. എന്നെ
പോലെ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്ന അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആദ്യമേ അമൃത ടി വിയോട് നന്ദി പറയുന്നു. ആ വേദിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലക്ഷ്മി അതായത് വെറും ഒരു ഹൗസ് വൈഫ് മാത്രമല്ല, വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ, ജോലിയും ജീവിതവും ഒക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട്, ആറ്റിങ്ങൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ. ഓക്കെ. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു. ഹസ്ബൻഡ് വീട്ടിൽ അച്ഛനമ്മ, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ലക്ഷ്മിയുടെ ഈ പാട്ടിനോടുള്ള ഇഷ്ടം, പാട്ട് പഠിച്ചു തുടങ്ങിയത്, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറയും. ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് തൊട്ടാണ് ക്ലാസിക്കൽ മ്യൂസിക്, അത് കണ്ടിന്യൂസ് ആയിട്ട് ജോലി കിട്ടുന്നവരെ പഠിച്ചിരുന്നു. ഒരധ്യാപകന്റെ കീഴിലായിട്ടല്ല, പല പല അധ്യാപകരുടെ കീഴിലായിട്ട് പഠിച്ചു പോയി. ജോലി കിട്ടിയത് ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ അത് ബ്രേക്കായി ഹോസ്റ്റലിലൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പം പിന്നെയും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ രണ്ടാമത് ക്ലാസ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് തിരിച്ചു വന്നിട്ട് 1 മാസേ ആവുന്നുള്ളൂ. ഈ ലക്ഷ്മിയുടെ ഒരു പാട്ടങ്ങ് കയറി സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി. അങ്ങനെയാണ് ലക്ഷ്മി ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ തന്നെ റീസൺ അല്ലേ? അത് അതായത് നമ്മള് പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാടുമ്പോഴൊന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായി ഞാനങ്ങ് ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും എന്താ പറഞ്ഞത്? എല്ലാവർക്കും സന്തോഷം. പിന്നെ നമ്മളറിയാത്ത കുറെ പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ അതെ, ഭയങ്കര സന്തോഷം. ശരിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ ലക്ഷ്മി? തീരെ അല്ല, എന്നെക്കാൾ കൂടുതൽ ഒരുപക്ഷെ എന്റെ ഹസ്ബൻഡാണ് ഫേസ്ബുക്ക് ഒക്കെ. ഇങ്ങനെ ഒരു പാട്ട് പാടണം, അത് ഇവിടെ പോസ്റ്റ്, അതൊക്കെ ആരുടെ ഹസ്ബൻഡ് തീരുമാനമായിരുന്നു? ആള് തന്നെയാണ്. ആണല്ലേ? ഞാൻ പാടുന്ന ജോലി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പിന്നണി പ്രവർത്തനങ്ങളെല്ലാം ഹസ്ബൻഡാണ്. പ്രോത്സാഹനമൊക്കെ ഹസ്ബൻഡാണ്. പ്രോത്സാഹനം, മാർക്കറ്റിംഗ് കംപ്ലീറ്റ് അവിടെ. അതെ. നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാം വിശേഷങ്ങളൊക്കെ. നമസ്കാരം, സ്വാഗതം ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക്. ചേട്ടൻ എങ്ങനെയാണ് പാട്ടിനോടുള്ള ഒരു പ്രേമം? പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ മുതൽ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, കേൾക്കുമായിരുന്നു. ഈ സെലക്ഷൻ ഒക്കെ ആരാ ചെയ്തു കൊടുക്കുക ഓരോ പാട്ടുകളൊക്കെ? അല്ല, ഓരോ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ ലക്ഷ്മിയുടെ വോയിസിന് സ്യൂട്ട് ആവുമെന്ന് കരുതി കുറച്ച് പാട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ആളത് പാടി പഠിക്കുക ചെയ്യുന്നത്. ചേട്ടന് ശരിക്കും എങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടം? എനിക്ക് പഴയകാല പാട്ടുകൾ തന്നെയാണ്. പഴയകാലത്തെ പാട്ടുകൾ, 80s 90s പാട്ടുകളാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ അല്ലെ? നന്നായിട്ട് പഠിപ്പിച്ചിട്ടില്ലേ? എല്ലാം സെറ്റാണ്, റെഡിയാണ്. അനു ടെൻഷൻ ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കൂ. എങ്ങനെയാ മാറ്റുക? സ്വാസിക കണ്ടിട്ടല്ലേ? അല്ല, കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു TV ഷോയില് ആദ്യമായിട്ടാണോ? 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. അതെ, ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറുന്നതിന് വർഷങ്ങൾക്ക്. പക്ഷെ അതിന്റെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല, കാരണം ഇതൊരു റിയാലിറ്റി ഷോയേ അല്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ കുങ്കുമനിറ സൂര്യൻ. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സോങ് ആണ്, പക്ഷെ ഒരു ക്ലാസിക് ടച്ച് ഉള്ള സോങ് ആണ്. ഓൾ ദി ബെസ്റ്റ്. സൂര്യൻ ചന്ദനവേലാലേ മണ്ണിൽ തൂകും വെൺമധുരം, തമ്പുരു ശ്രുതി മീട്ടി മാരുതനിരുക്കാതിൽ നീയും പാട്ടിൻ പാൽമധുരം, മന്ദാരമാകെ വീഴുന്ന വണ്ടോ ചുണ്ടോടേകും തേൻ മധുരം, കൺപീലിയാകെ നീയാം കിനാവിൻ മഞ്ഞോർമയേകും നീർമധുരം, സ്വരജതികളിലൂടെ മനമറിയുകയായി മൗനാനുരാഗത്തിൻ തൂമധുരം, കുങ്കുമനിറ സൂര്യൻ ചന്ദനവേലാലേ മണ്ണിൽ തൂകും വെൺമധുരം. ഗരി ഗരി സ നിധ മനി സ സഗരി ഗ മാമ മനി ധ മ ഗ മ ഗരി സഗരി ഗ സ ഗരി നി ധ നി സ സരി ഗ മാമ മനി ധ മ മ ധ നി സ ധനി സരി ഗ ധ ഗ മ രി സ ധനി സ നി ധ ഗ മ ഗ മ ഗ മ ഗ മ ധനി ധ മ ഗ മ ഗ മ ഗ മ ഗ മ ധനി ധ മ ഗ മ നി മനി നി സ ധനി സരി ഗ മ നി സ പ ഗ മ രി സ ധനി സരി ഗ മ രി സ സ. ഞാറ്റണി പാട്ടിൻ നീർത്ത താരാട്ടിൽ
തൂകും വെൺമധുരം തമ്പുരു ശ്രുതി മീട്ടി മാരുതനിരു കാതിൽ പെയ്യും പാട്ടിൻ പാൽമധുരം മന്ദാരമാകെ പോലുന്ന വണ്ടു ചുണ്ടോടേകും തേൻ മധുരം കൺപീലിയാകെ നീയാം കിനാവിൻ മഞ്ഞോർമയേകും നീർമധുരം സ്വരജതികളിലൂടെ മനമറിയുകയായി മൗനാനുരാഗത്തിൻ തൂമധുരം കുങ്കുമനിറ സൂര്യൻ ചന്ദനവീരാലെ മണ്ണിൽ തൂകും വെൺമധുരം ആ ആ ഗംഭീരമായിരുന്നു കേട്ടോ. ഈ പാട്ട് ശ്രേയ ഘോഷാൽ അവരുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണെന്ന്. പക്ഷെ നല്ല പ്ലസന്റ് ആയിട്ടാ അതെ അതെ അതെ. സോ ലക്ഷ്മി വളരെ മനോഹരമായിട്ടുള്ള 2 പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നു. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. അനുവിന് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടോ? പാട്ട് കേട്ടിട്ട് ഞാൻ എന്താ ചോദിക്കേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ മോത്തേക്ക് നോക്കിയിരിക്കാൻ തോന്നുന്നു പാടുമ്പം. അപ്പൊ നമ്മളെങ്ങനെ ഒരു വേറെ ലോകത്തേക്ക് കൊണ്ടുപോയി. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആ സമ്മാനം ലക്ഷ്മിക്ക് അങ്ങ് റെഡ് കാർപ്പറ്റിന്റെ വക ചെറിയൊരു പ്രസന്റ് ഉണ്ട്, അത് ഞങ്ങൾ തരാൻ പോവാണ്. ഓക്കെ. കുങ്കുമനിറ സൂര്യൻ ചന്ദനവേലാലെ മണ്ണിൽ തൂകും വെൺമധുരം. ഇതൊരു തുടക്കം മാത്രമാണ് അല്ലേ? ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പാടാനുണ്ട്.